സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. തൃക്കൊടിത്താനം മഹാവിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ക്ഷമാപണം ചെയ്യട്ടെ. 11 മണിക്കാണ് എത്തേണ്ടത്. ചെന്നൈയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഡിലേ ആയി, ഒരു മണിക്കൂർ കുറച്ച് ഡിലേ ആയി. അതിൻ്റെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഭഗവത്ഗീതയുടെ മഹാഭാരത സന്ദേശത്തിൻ്റെ കാതലായ ഭഗവത്ഗീതയുടെ സന്ദേശം പകർന്ന് ഇന്ന് ഈ ഒരു പ്രഭാഷണത്തിനാമുഖം നടത്തിയ ശ്രീ ഗീത നടേശൻജി അവർകൾ 5ാമത് ഭാഗവത സത്രത്തിന് നേതൃത്വം കൊടുക്കുന്ന തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സത്ര ഭാരവാഹികൾ, ഇവിടുത്തെ അമ്മമാർ, ഏറ്റവും പ്രിയപ്പെട്ട യജ്ഞാചാര്യൻ കിഴക്കേടം ഹരിജിയും അതുപോലെ സഹാചാര്യന്മാരും, അതേപോലെ ഇവിടെ ന്യൂയോർക്കിൽ നിന്ന് ശ്രീ ഗോപിനാഥക്കുറുപ്പ് ജി അവർ വന്നിട്ടുണ്ട്. KHNAയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാനാണ് അദ്ദേഹം. അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ, ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കോടി 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 നമസ്കാരം. ഭാരതം, അതാണ് ഇവിടെ നടക്കുന്നത്. ഭാരതത്തിനൊരു ഭാരം ആരെങ്കിലും തന്നാൽ അത് തിരിച്ചൊരു മഹാഭാരം കൊടുക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ച് അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പാണ് നാം ഇവിടെ 5ാമത് മഹാഭാരത സത്രം നടത്തുന്നത്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ട ഭാരതീയർ വളരെ കുറവാണ്. 7 ദിവസത്തെ മഹാഭാരത സത്രം കഴിയുമ്പോൾ 2 വാക്കുകളെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഉറപ്പിക്കണം. മഹാഭാരതത്തിൻ്റെ സാരസന്ദേശമായതിൻ്റെ കാതലായ ഭഗവത്ഗീതയിൽ നിന്ന് 2 സന്ദേശങ്ങൾ. യഥോ ധർമ്മ തഥോ ജയം. എല്ലാവരും ഒന്ന് ആവർത്തിക്കൂ. യഥോ ധർമ്മ തഥോ ജയം. അത് ഭാരതത്തിൻ്റെ വലിയൊരു സന്ദേശമാണ്. ഭഗവത്ഗീതയിൽ നിന്നും എടുക്കേണ്ട ഒരു സന്ദേശമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മത്തിൽ നിന്ന് തുടങ്ങുന്നു, അവസാനം മമ എന്ന ശബ്ദത്തിൽ ഗീത ഉപസംഹരിപ്പിക്കുന്നു. എങ്കിലും നമുക്ക് പലപ്പോഴും മഹാഭാരതത്തെക്കുറിച്ച് നല്ലൊരു ചിത്രമല്ല നമ്മുടെ ഉള്ളിൽ. കാരണം പണ്ട് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭാഗവതം വീട്ടിൽ വയ്ക്കാം, ഭാരതം വയ്യ. അതെന്താ ഭാരതം വെച്ചാൽ ആ വീട്ടിൽ യുദ്ധം ഉണ്ടാവുമെന്നാണ്. ഒന്നാമത് 1,00,000-ൽ അധികം ശ്ലോകങ്ങളുള്ള ഈ പുസ്തകം ആർക്കും വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അതായിരിക്കും ഒരു കാരണം. കുഞ്ഞിക്കുട്ടൻ നമ്പരാനെപ്പോലുള്ള മഹാത്മാക്കൾ അതിനൊക്കെ വളരെ രസകരമായ ഒരു വ്യാഖ്യാനം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പദാനുപത മലയാളത്തിൽ ഒരു വിവർത്തനം തന്നിട്ടുണ്ട്. എങ്കിലത് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സഹനശക്തി നമുക്കില്ലാത്തതുകൊണ്ടായിരിക്കാം എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞു. എന്താ അറിയോ, അത് വീട്ടിൽ വെച്ചാൽ യുദ്ധം ഉണ്ടാവുന്നു, അതില്ലാതെ യുദ്ധം ഇല്ലാത്തതുപോലെ. അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? ഇത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഏതായാലും ഞാൻ ഇവിടുത്തെ സത്രസമിതിയെ വളരെ അഭിനന്ദിക്കുകയാണ്. 5ാമത് സത്രത്തിന് മഹാഭാരതം തന്നെ എടുക്കാൻ, അതും സഹദേവ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ അത് ചെയ്യാൻ സാധിച്ചു എന്നത് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് മഹാഭാരത കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാം. പണ്ട് മഹാഭാരത സീരിയൽ അങ്ങനെ വരുന്ന സമയത്ത് അത് വളരെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ തെളിഞ്ഞു വരുമായിരുന്നു, ആ കൃഷ്ണൻ്റെ ആ പ്രഭാവം, മഹത്വം. പക്ഷെ കൃഷ്ണനെ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു അവതാര രൂപത്തിലപ്പുറത്ത് കൃഷ്ണനെ അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ തനിമയിൽ, അതിൻ്റെ ഗരിമയിൽ, അതിൻ്റെ മഹിമയിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അതിനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പാടെ മാറ്റിമറിക്കാം. നമ്മൾ മഹാഭാരതമായാലും ഭാഗവതമായാലും എന്തു വായിക്കുമ്പോഴും ഇന്നത്തെ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിൽ വേണം, ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ തലത്തിൽ വേണം ഇതിനെയെല്ലാം വ്യാഖ്യാനിക്കാൻ. അപ്പോഴാണ് നമ്മൾ വരുന്ന തലമുറയ്ക്കുള്ള സന്ദേശങ്ങളായി ഈ കഥകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക. അതാണ് നമ്മുടെ
മഹാഭാഗവതത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. അതിനെ വ്യാഖ്യാനിക്കുക, കാലഘട്ടത്തിനനുസൃതമായി അതിനെ വ്യാഖ്യാനിച്ചെടുക്കുക. അപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറ, ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ നമുക്ക് കാണാം, ഒരു 40 50 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് കൂടുതലും. അപ്പം നമ്മുടെ യങ് ജനറേഷൻ ഇതിലേക്ക് വരുന്നില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവരിതിലേക്ക് വരുന്നില്ല എന്നതാണെങ്കിൽ, അവരെ ഇന്ന് വളരെ സ്വാധീനിച്ചിരിക്കുന്ന മൊബൈലും അവരുടെ ഫ്രണ്ട്സും അവരുടെ ഒരു ലോകവും വേറെയായി കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളിൽ നിന്ന് അകന്നകന്നകന്ന് മാറുന്നു. അവർ വേറൊരു ലോകത്തിലേക്ക് വേടന്മാരാൽ വേട്ടയാടപ്പെടുന്നു. ഞാൻ പറയുന്ന വാക്ക് അധിക പ്രസംഗവും അറിയില്ല എനിക്ക്. ഇന്ന് അത്തരത്തിലുള്ള കുലുക്കങ്ങളിലേക്കും പാട്ടുകളിലേക്കും താളങ്ങളിലേക്കും നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെങ്കിലും അവർ തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ, മഹാഭാരതത്തിലൂടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ കുട്ടികളിലേക്ക്, വരുന്ന തലമുറയിലേക്ക് നാം ഒന്ന് എത്തിക്കണം, അല്ലെങ്കിൽ അവരുടെ തലയിൽ നാം ഉറപ്പിക്കണം. ജീവിതം എന്തിനാണ് മഹാഭാരതം പറയേണ്ടി വന്നത്? എന്തുകൊണ്ട് മഹാഭാരത യുദ്ധമുണ്ടായി? എന്തുകൊണ്ട് ഭഗവത്ഗീതയുണ്ടായി? ഇതിലൊക്കെ നാം നോക്കുകയാണെങ്കിൽ മനുഷ്യൻ അവസാനം എത്തിച്ചേരുന്നത് ഒരൊറ്റ വാക്കിലായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള ശക്തി ഏതിനാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം തരണേ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള ശക്തി ഏതിനാണ്? ശക്തികളിൽ വെച്ച് ശക്തി ഏതിനാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്തിനാണ്? ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്തിനാണ്? പ്രകൃതിക്കാണ്. ഏറ്റവും ശക്തി പ്രകൃതിക്കാണോ? ഏറ്റവും ശക്തി പ്രകൃതിക്കാണോ? മനസ്സിനാണ്. ഏറ്റവും ശക്തി എന്തിനാണ്? ഏറ്റവും ശക്തി എന്തിനാണ്? നിങ്ങളെന്താ അന്തം വിട്ട പോലെ എന്നെ നോക്കുന്നത്? ഒരു ഉത്തരം ഉണ്ടാവില്ലേ ഇതിന്? ഒരു ഉത്തരം വേണ്ടേ? എന്താ ഏറ്റവും ശക്തിയുള്ളത്? എന്തിനാണ്? കൂടെ വരുന്നില്ല. ഏതിനാണ്? മനസ്സിനാണ്, സൂര്യനാണ്, നന്നായി ചന്ദ്രനാണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോടാണ് ചോദിച്ചതെങ്കിൽ അവരെന്താ പറയുക? ബ്രഹ്മോസ് മിസൈലിനാണെന്ന് പറയും. കാരണം ഇപ്പം അതാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശക്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, സ്നേഹത്തിനാണ്. ഏറ്റവും ശക്തി അതിനല്ലേ? നമ്മൾ പ്രസവിച്ചു വീണ സമയത്ത് നമ്മൾ സൂര്യൻ്റെ ശക്തിയാണോ മനസ്സിലാക്കിയത്? പ്രകൃതിയുടെ ശക്തിയാണോ മനസ്സിലാക്കിയത്? ഏത് ശക്തിയാണ് നമ്മളെ അമ്മയോട് അടുപ്പിച്ചത്? അമ്മ നമ്മളിലേക്ക് അടുത്തത് ഏത് ശക്തി കൊണ്ടാണ്? ഉറക്കെ പറയൂ നിങ്ങൾ. സ്നേഹം എന്നൊരു ശക്തിയാണ്. പക്ഷെ ഇന്ന് ഈ സ്നേഹം എന്നൊരു വാക്കുണ്ടല്ലോ, ഞാൻ ഉപയോഗിക്കുമ്പോൾ വേറെ തെറ്റിദ്ധരിക്കും. കാരണം സ്നേഹം, പ്രേമം, ഇഷ്ടം, അനുരാഗം, ഈ വാക്കുകളൊക്കെ ഇന്ന് തെറ്റായി മനസ്സിലാക്കിയ വാക്കുകളാണ്. ആണോ അല്ലയോ? അതുകൊണ്ടാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വികലമായി നാം മനസ്സിലാക്കി കളയും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം, അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നൊരു സ്നേഹമുണ്ട്, അദ്ദേഹം പറഞ്ഞു തരുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ കണ്ടെത്തിയാൽ ജീവിതത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമായ ഒന്നാണ്. അവർ സ്നേഹമെന്ന് പറയുന്നതെല്ലാം പ്രേമമോ കാമമോ ഇഷ്ടമോ ആയി, അനുരാഗമോ ആയി അവസാനം ചെന്നെത്തുന്നത് താൻ ആരുടെയോ ഇരയായി, അല്ലെങ്കിൽ ആരുടെയോ നിയന്ത്രണത്തിലായി, ആരുടെയോ വിധേയത്തിലായി, സ്വാതന്ത്ര്യമില്ലാത്തവരായി, മനസ്സിന് അസ്വസ്ഥതയുള്ളവരായി, സ്വസ്ഥതയില്ലാത്തവരായി, സമാധാനമില്ലാത്തവരായി, അവസാനം പ്രേമം തന്നെ ഒരു ഭാരമായി, സ്നേഹം ഒരു തലവേദനയായി, ഉണ്ടോ ഇല്ലയോ? ജീവിതം അവസാനിപ്പിക്കുന്ന തലമുറയുടെ ഇടയിലൂടെയാണ് നാം ജീവിക്കുന്നത്. ശരിയാണോ അല്ലയോ? ഉറക്കെ പറയൂ. അപ്പം സ്നേഹം ഒരു ഭാരമാവുക, സ്നേഹം ഒരു തലവേദനയാവുക, സ്നേഹം ഒരു അസ്വസ്ഥതയാവുക, സ്നേഹം ഒരു ജീവിത പ്രശ്നമായി മാറുക. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ കൃഷ്ണൻ കാണിച്ചു തരുന്ന സ്നേഹമുണ്ട്. കൃഷ്ണൻ ജനിച്ച ഉടനെ തന്നെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, യുവാമ്മം പുത്രഭാവേന
ബ്രഹ്മഭാവേന ചാസക ചിന്തയെന്തോ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. അർത്ഥം ഇതാണ്: നിങ്ങൾ എന്നെ മകൻ എന്ന രീതിയിൽ സ്നേഹിച്ചുകൊള്ളൂ, പക്ഷേ ബ്രഹ്മഭാവേന ചിന്തയെന്തോ. എന്താണ് ബ്രഹ്മഭാവേന ചിന്തയെന്തോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്നേഹത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം. നേരത്തെ പറഞ്ഞില്ലേ, ആത്മവിദ്യ, മഹാന്മാരായ ആചാര്യന്മാരൊക്കെ സ്നേഹത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, സ്നേഹത്തിൻ്റെ ഉറവിടം മറ്റെവിടെയല്ല, അവനവൻ്റെ തന്നെ ഹൃദയത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന, സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരാത്മപ്രകാശമുണ്ട്. ആ ഒരു ശക്തിയെ സ്നേഹിക്കാൻ, അത് തന്നെയാണ് ഈശ്വര സ്നേഹം, അതുതന്നെയാണ് ഭഗവാനോടുള്ള സ്നേഹം. കത്തുന്ന പൊൻവിളക്കെന്ന പോലെ ഹൃദിസ്ഫുരിക്കും നാഥ ഹരിനാരായണ. സ്നേഹിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടംമാതിരി സമയമുണ്ട്. ഉണ്ടോ? പ്രേമിക്കുന്ന ഒരുത്തിക്ക് വേണ്ടി മണിക്കൂറുകളോളം സമയം ചെലവഴിക്കാൻ, അല്ലെങ്കിൽ ഒരുത്തിന് വേണ്ടി മണിക്കൂറുകളോളം സമയം ചെലവഴിക്കാൻ ഇന്ന് സമയമുണ്ട് ആളുകൾക്ക്. ഉണ്ടോ? എന്തോന്നും വേണ്ടാത്തത്. പക്ഷെ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നൊരു ശക്തി വേണ്ടേ? ഇതെല്ലാം ചേർത്ത് കോർത്ത് നമ്മുടെ ഉള്ളിൽ നിലനിർത്തി, ശ്വാസവും അതുപോലെ തന്നെ ചൂടും ഒക്കെ നിലനിർത്തിക്കൊണ്ട്, മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ഒരു ശക്തിയില്ലേ നമ്മളെ സ്നേഹിക്കുന്ന? തന്നെ സ്നേഹിക്കുന്ന ശക്തിയെ നമ്മളാരും തിരിച്ചറിഞ്ഞില്ല. അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അവനവനിലെ ശക്തിയെ, അതാണ് 5-6 വയസ്സുള്ള ഒരു ബാലൻ. ഭാഗവതത്തിൽ ധ്രുവന്റെ കഥ പറയുമ്പോൾ 6 വയസ്സൊക്കെ ഉള്ളൂ ധ്രുവന്. തപസ് ചെയ്ത് ധ്രുവൻ കണ്ടെത്തുന്ന ഒരു സത്യമുണ്ട്. തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മഹാവിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറയുന്നൊരു വരികളുണ്ട്. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. യോന്ത പ്രവിശ്യമമവാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തി തരസ്വതാംനാം അന്യാം ചഹസ്തചരണ ശ്രവണത്വഗാധിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: അവനവൻ രാവിലെ ഉണരുന്നു, അവനവൻ രാത്രി കടന്നുറങ്ങുന്നു. ഇതെങ്ങനെ നടക്കുന്നു? ആരാണ് എന്നെ ഇതൊക്കെ ചെയ്യിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് എന്നിലൂടെ ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്? അങ്ങനെ തന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന ഒരു ശക്തിയുണ്ട്, ബോധമാക്കുന്ന ശക്തി. ആ ശക്തി തന്നെയാണ് ഈശ്വരൻ. അത് തന്നെയാണ് നമ്മൾ സ്നേഹിക്കേണ്ട ശക്തി. നമ്മുടെ ജീവിതത്തിൽ മനോബലം, നേരത്തെ പറഞ്ഞ നിങ്ങളൊക്കെ മനോബലം വേണമെന്ന്, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ നിന്ന് ജീവിതം തുടങ്ങണം. ഭാരതം എന്ന വാക്ക് തുടങ്ങുന്നതിനെ ഭാ എന്നൊരക്ഷരത്തിൽ നിന്നാണ്. ഭാരതം, രതി. ആദ്യം തന്നെ രതി വേണ്ടത്, ആദ്യം തന്നെ പ്രിയം വേണ്ടത്, ആദ്യം തന്നെ സ്നേഹിക്കേണ്ടത് തന്നിൽ തന്നെ കത്തിജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. എഴുത്തച്ഛൻ എഴുതി വെച്ച വരികളിൽ പറയുന്നത് ഇതല്ലേ: കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കും നാദഹരി നാരായണായ നമ. ഇത് നമ്മുടെ കുട്ടികൾ ഇന്ന് മറന്നു പോവുകയാണ്. അവനവൻ്റെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നൊരു പ്രകാശം, അതിലേക്ക് കടക്കണം, അതിനെ സ്നേഹിക്കണം, അതിന് സമയം ചെലവഴിക്കണം. അതാണ് ഏറ്റവും വലിയ സ്നേഹം. ഇതിനെ പറയുന്ന പേരാണ് ഭക്തി. ഇതാണ് നമ്മുടെ പരമധർമ്മം. മഹാഭാരതത്തിൻ്റെ സന്ദേശം ഞാൻ പറഞ്ഞു: യഥോ ധർമ്മ തഥോ ജയം. ഈ ധർമ്മം എന്ന വാക്ക് തുടങ്ങുന്നത് തന്നെ ഭാഗവതവും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പറയും: യഥോ വൈ പുരുഷ പരമോധർമ്മ. ഏറ്റവും വലിയ പരമധർമ്മം എന്താണ്? യഥോ ഭക്തിരതോക്ഷജയനാണ്. അവിടെ നിന്ന് തുടങ്ങണം ധർമ്മം. തന്നിൽ തന്നെ ഒരു ഭക്തിയുടെ ശക്തി ഉണർത്തണം. ഈ ശക്തി ഉള്ളവർക്ക് ലോകവ്യാപാരങ്ങൾ എന്തു ചെയ്താലും അവരെ തളർത്താൻ, അവരെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആത്മബലമില്ലാതെ നാം എന്തിനിറങ്ങി പുറപ്പെട്ടാലും ഇരകളാവാം, കുറേ കഴിഞ്ഞാൽ ജീവിതം തകർക്കാം. ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ സത്രത്തിൽ നിന്ന് ഈ ഒരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളണം. യഥോ ധർമ്മത്തതോ ജയം. ധർമ്മം തുടങ്ങുന്നത് തൻ്റെ അന്തരാത്മാവിൽ നിന്ന് തന്നെയാണ്. അതിന് ഞാൻ സമയം ചെലവഴിക്കണം, അതിനുണർത്തണം. ഗോപികമാരുടെയൊക്കെ ജീവിതത്തിൽ അതാണ് അവർക്ക് ആ തിരിച്ചറിവുണ്ടായത്. നിങ്ങൾക്കറിയാലോ, ഗോപികാ ഗീതത്തിലെ പ്രസിദ്ധമായ വരികളാണ്: നകലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മതൃ എന്ന് പറയുന്ന വരികൾ. അഖിലദേഹിനാം, തൻ്റെ ഉള്ളിൽ. ഇതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം: ഭക്തി
ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവനവൻ്റെ ആത്മബോധത്തിലേക്ക് ഉണരണം. അവനവൻ്റെ ആത്മശക്തി, അതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി, ധർമ്മത്തിൻ്റെ ആദ്യത്തെ പടി. ഇനി രണ്ടാമത്തെ ഒരു പടിയാണ്, അവനവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അതിന് നമുക്ക് നല്ല കൂട്ടുകെട്ടുകൾ വേണ്ടേ. അർജുനൻ്റെ ഉള്ളിലുള്ള ശക്തി ഉണർത്താൻ സാധിച്ചത് നല്ലൊരു കൂട്ടുകെട്ടിൽ നിന്നാണ്. നിങ്ങൾ നോക്കൂ, മഹാഭാരത യുദ്ധം ആസന്നമായി നിൽക്കുന്നു. ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ, കൗരവരും ബന്ധുക്കളാണ്, പാണ്ഡവരും ബന്ധുക്കളാണ്, പക്ഷം ചേരരുത്. അത് നമുക്ക് ചേർന്നതല്ല. ബലരാമസ്വാമിയെ സംബന്ധിച്ച് ദുര്യോധന ശിഷ്യനാണ്, അതുകൊണ്ട് ആ പക്ഷം നിൽക്കാൻ പറ്റില്ല. കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠനോട് സത്യം ചെയ്തു, ഞാൻ സത്യം ചെയ്യുന്നു, യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല, കാരണം ഞാൻ ദൂതനായി പോയതാണ്. എന്ന് മാത്രമല്ല, ആ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കൽ എൻ്റെ ഒരു നിയോഗം കൂടിയാണ്, കാരണം ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ജ്യേഷ്ഠന് ഞാൻ വാക്ക് തരികയാണ്, ഞാൻ ഒരിക്കലും ആയുധമെടുത്ത് യുദ്ധം ചെയ്യില്ല. ബലരാമസ്വാമിയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്ത് കൃഷ്ണൻ കാത്തിരിക്കുമ്പോഴാണ് യുദ്ധത്തിന് സഹായ അഭ്യർത്ഥനയുമായിട്ട് ദുര്യോധനൻ കൃഷ്ണനെ കാണാൻ ദ്വാരകയിൽ വരുന്നു. ദുര്യോധനെ സ്വീകരിച്ചു. കൃഷ്ണൻ ആ സമയത്ത് ഒരു നല്ല ഒരു ഭാഗമാണ്, അത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. കൃഷ്ണൻ അവിടെ കള്ളത്തരം കാണിച്ച ഒറ്റ കിടപ്പാണ്. പറവൂർ പറഞ്ഞു കൃഷ്ണൻ വിശ്രമിക്കുകയാണെന്ന്. ദുര്യോധനൻ നേരെ കൃഷ്ണൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് കൃഷ്ണൻ കിടക്കുന്ന തലയുടെ ഭാഗത്ത്, ആ തലയുടെ ഭാഗത്ത് തന്നെ ചെന്ന് ഒറ്റിരിപ്പാണ്. എന്തിനാണെന്നറിയോ? തിരിഞ്ഞ അപ്പ എന്നെ കാണണം. കൃഷ്ണനാണെങ്കിലോ ആ ഭാഗത്തേക്കല്ല തല, നേരെ ഓപ്പോസിറ്റ് ആ തല വെച്ച് കിടക്കണം. കുറച്ചു കഴിഞ്ഞ് യുദ്ധത്തിന് സഹായ അപേക്ഷയുമായിട്ട് അർജുനനും എത്തി. അർജുനനെ സ്വീകരിച്ചു. അർജുനനെ മുറിയിലേക്ക് കൊണ്ടെത്തിച്ചു. അർജുൻ നോക്കും, തലയുടെ ഭാഗത്ത് ഓൾറെഡി ദുര്യോധനുണ്ട്. മറ്റൊരു സ്റ്റൂളെടുത്ത് വേഗം എവിടെ ഇരിക്കും അർജുനൻ ഇരുന്നുണ്ടാവുക? കഥ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കഥ കേട്ടുവോ നിങ്ങൾ? അല്ലെങ്കിൽ കഥ മാറ്റി വയ്ക്കണം. കേട്ടുവോ? നീ കഥ കേട്ടോ? ആ, കാൽക്കൽ അവിടെ ഇരുന്നു. ദുര്യോധനൻ തലയുടെ ഭാഗത്തും അർജുനൻ കാൽക്കൽ. എല്ലാം സെറ്റിംഗ് ഓക്കെ. കൃഷ്ണൻ പതുക്കെ അങ്ങോട്ട് കണ്ണു തുറന്ന് എണീക്കുകയാണ് ചെരിഞ്ഞുകൊണ്ട്. ഹായ്, അർജുനൻ എപ്പോ വന്നു? വളരെ എക്സൈറ്റഡ് ആയിട്ട്. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരാൾ മുരളണം, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് എന്ന്. ആര്? ഞാൻ അതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. കുറെ നേരമായില്ലേ ഞാൻ വന്നിരിക്കണോ? ഓ, ദുര്യോധനൻ വന്നിട്ടുണ്ടോ? പിന്നെ രണ്ടോ ആളുകളോട് കുശലങ്ങളൊക്കെ ചോദിക്കുകയാണ്. കൃഷ്ണ, കഥ പറയാനൊന്നും സമയമില്ല, ഇവിടെ ഈ സമയം കുറവാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് തരണം. മഹാഭാരത യുദ്ധം ആസന്നമായിരിക്കുകയാണ്, ആർക്കും അതൊന്നും മാറാൻ പറ്റില്ല. അതുകൊണ്ട് ചില സഹായങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. അതേപോലെ അർജുനോട് ചോദിച്ചു, അർജുന അവിടെ നിന്ന് എന്തിനാ വന്നത്? യുദ്ധം ആസന്നമായി, ഇനി മാറ്റാൻ പറ്റില്ല, അവിടുത്തെ ചില സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടുപേരെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒരു ഭാഗത്തേക്ക് ഇവിടുത്തെ യാദവ സൈന്യത്തെ വിട്ടുതരാം, ഇവിടുത്തെ സൈന്യ ബലം തരാം. മറ്റൊരാൾക്ക് എന്നെ തിരഞ്ഞെടുക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും ആയുധം എടുക്കില്ല എന്ന് ജ്യേഷ്ഠനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആയുധമെടുക്കാത്ത എന്നെ വേണോ, എൻ്റെ ആയുധത്തോടുകൂടിയ സൈന്യം വേണോ? ഞാൻ ഈ കാര്യം ചോദിച്ചാൽ നിങ്ങളൊക്കെ സത്യസന്ധമായി ഉത്തരം തരണം. എനിക്ക് ഒരിക്കലും ഉള്ളെന്ന് തന്നെ പറയണം, മാറ്റി പറയരുത്. ഒരു പക്ഷേ നിങ്ങളായിരുന്നു അവിടെ സഹായത്തിന് ചെന്നതെങ്കിൽ വിചാരിക്കാമല്ലോ നമുക്ക്. അപ്പം കൃഷ്ണൻ പറയണ, ആയുധമെടുത്ത എൻ്റെ സൈന്യത്തെ തരാം, ആയുധമെടുക്കാത്ത എന്നെ തരാം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഓപ്റ്റ് ചെയ്യുന്നവരെത്ര പേരുണ്ട്? കൈപ്പൊക്കൂ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കൃഷ്ണനെ സെലക്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അതങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വേഗം വീഴുമെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം എന്നെ പറ്റിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മറച്ചൊന്ന് പിടിച്ചു നോക്കിയത്. എന്നാൽ കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ,
ആയുധം എടുത്തിട്ടെന്ത് കാര്യം? പശുവിനെ കൊണ്ട് നടക്കുന്ന നിനക്കെന്ത് യുദ്ധം അറിയാം? അതൊക്കെ ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ്. എനിക്ക് നിന്നെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് വേണ്ടത് അവിടുത്തെ ആയുധമുള്ള സൈന്യം. എനിക്ക് തോന്നുന്നു ദുര്യോധനൻ പാകിസ്ഥാൻകാരനാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്ന് പൊട്ടിപ്പോകുന്ന ആ ചൈനക്കാരൻ്റെ സാധനം വാങ്ങിച്ച് നമുക്കറിയാം. ഇവിടുന്ന് ഇല്ലേ പടക്കം മേടിക്കുമ്പോഴേ നമുക്കറിയാം. അങ്ങനെ ഒരു തമാശയും കൂടി പറഞ്ഞിട്ട് ഞാൻ പോവേ. ഒരു മലയാളി പയ്യൻ ഒരു ചൈനീസ് പെണ്ണിനെ കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടിയുണ്ടായി, പക്ഷെ അധികം നിന്നില്ല. ആ കുട്ടി മരിച്ചുപോയി. ഇപ്പം എല്ലാവർക്കും സങ്കടം. ഒരു കുഞ്ഞു മരിച്ചാൽ ദുഃഖം ഇല്ലാത്തവരാരുമില്ല. പക്ഷേ ഈ പയ്യന് മാത്രം ഒരു ദുഃഖമില്ല. ചോദിച്ചു, അതെന്താടാ നിൻ്റെ കുഞ്ഞു മരിച്ചിട്ട് നിനക്ക് ദുഃഖമില്ലാത്തത്? പറഞ്ഞു, നിങ്ങളെന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അതൊരു ചൈനീസ് പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് അറിയില്ലേ എന്ന്. അതിന് അത്രേ ആയുസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ആ പാകിസ്ഥാൻകാരതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അപ്പം ദുര്യോധനൻ എനിക്ക് തോന്നുന്നു എവിടുത്തുകാരനായിരിക്കണം? പാകിസ്ഥാൻകാരനായിരിക്കണം. അപ്പം ദുര്യോധന് വേണ്ടത് കൃഷ്ണൻ്റെ സൈന്യമാണ്. അർജുനൻ കൃഷ്ണൻ്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ആയുധമെടുക്കുന്ന കൃഷ്ണനല്ല വേണ്ടത്, കൂടെയുള്ളൊരു കൃഷ്ണനെയാണ്. അത് മതി. ജീവിതത്തിൽ എവിടെയൊക്കെ പതറുന്നുണ്ടോ, താളം തെറ്റുന്നുണ്ടോ, അപ്പോഴൊക്കെ ഒന്ന് പുറത്ത് തട്ടി മുന്നോട്ടുള്ള വഴി കാണിക്കാൻ എനിക്ക് പ്രകാശം ചൊരിയുന്ന, വഴി കാണിക്കുന്ന, അനുഗ്രഹം ചൊരിയുന്ന ഒരു കരുത്തനായ കൃഷ്ണൻ, അത് മാത്രമേ എനിക്ക് വേണ്ടൂ. ഇതാണ് ഇന്ന് നമുക്ക് കൊടുക്കേണ്ടുന്നൊരു സന്ദേശം. കൃഷ്ണൻ തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും കൃഷ്ണനാവുക, വഴികാട്ടികളാവുക. കാരണം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നാം ഒരു വഴി കാണിച്ചു കൊടുത്താൽ മാത്രമേ നാളെ ദുര്യോധന പക്ഷങ്ങളിലേക്ക് പോയി വഴിതെറ്റി ജീവിതം അവർ തകർക്കാതിരിക്കുള്ളൂ. വരുന്ന തലമുറയ്ക്ക് ഒരു വഴി കാണിക്കാൻ ഒരേ ഒരു വഴി, നമ്മൾ ആരായിത്തീരുക? ആരായിത്തീരുക? ഉറക്കെ പറയണം, എനിക്ക് കാതിത്തിരി കുറവാണ്. ആരായിത്തീരുക? കൃഷ്ണനായിത്തീരുക എന്ന് പറഞ്ഞ് നിങ്ങൾ വളർന്ന് പോകുമ്പോൾ തലയിലൊരു മയിൽപ്പീലിയൊക്കെ വെച്ച് പീതാംബര പട്ടക്കൊടുത്ത് അങ്ങനെ നിങ്ങൾ ജന്മം കൃഷ്ണനാവില്ല. വേഷം കൊണ്ടല്ല നമുക്ക് കൃഷ്ണനാവേണ്ടത്, നമുക്ക് കൃഷ്ണഭാവത്തിലേക്ക് വരണം. എന്താണ് കൃഷ്ണഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരാളെ തട്ടി ഉണർത്തി പ്രചോദനം കൊടുത്ത് അവരിൽ ആത്മബലം കാണാൻ സാധിക്കുന്ന ഒരു ആത്മീയ സ്പിരിച്വൽ കൗൺസിലിംഗ് പവറുള്ളവരായി മാറലാണ് ഏറ്റവും വലിയ കൃഷ്ണത്വം എന്ന് പറയുന്നത്. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ഓരോ ഹിന്ദുവും അങ്ങനെ ഉണർന്നാൽ നമ്മുടെ കേരളം മാറ്റിമറയ്ക്കാൻ സാധിക്കും. കേരളത്തെ മാറ്റിമറയ്ക്കണം നമുക്ക്. കാരണം കൃഷ്ണനെപ്പോലെ പ്രചോദനവും ഊർജവും ശക്തിയും ജ്ഞാനവും ഭക്തിയും തന്നൊരു അവതാര പുരുഷൻ മറ്റൊരാളില്ല എന്നാണ്. അങ്ങനെയുള്ള കൃഷ്ണൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ചിലർക്ക് കൃഷ്ണനൊക്കെ ഒരു മിത്താണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഹേയ്, മഹാഭാരതം നടന്നിട്ടുണ്ടോ? കൃഷ്ണൻ പറഞ്ഞ സന്ദേശങ്ങൾക്ക് ഇന്നും വിലയുണ്ടെങ്കിൽ, കൃഷ്ണൻ പറഞ്ഞ സന്ദേശങ്ങൾ ഇന്നും സമൂഹത്തിന് മാറ്റം വരുത്തുന്നുവെങ്കിൽ, കൃഷ്ണൻ്റെ ഓരോ വാക്കുകളും ഇന്ന് ഒരു ചൈതന്യത്തോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, കൃഷ്ണൻ മിത്തല്ല, കൃഷ്ണൻ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും കൃഷ്ണൻ ജീവിച്ചിരിക്കുകയാണ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ, കൃഷ്ണൻ്റെ മന്ത്രത്തിലൂടെ. അതാണ് ഭാഗവതത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞത്. കൃഷ്ണൻ എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചപ്പം, തേനേയം വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തതേ ഹരേ. ഭഗവാൻ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവാത്മ. അപ്പം ഭഗവാൻ വാങ്മയീ മൂർത്തിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തളരുന്ന ഒരച്ഛനും അമ്മയുമല്ല, തളർത്താത്ത, സ്വയം തളർത്താത്ത, തളരുന്നവരെ തട്ടി ഉണർത്തുന്ന ആളുകളായി നാം മാറുമ്പോഴാണ് നമ്മളിലൊരു കൃഷ്ണൻ ഉണരുന്നത്. എന്തിനാണ് 5ാമത് മഹാഭാരത സത്രത്തിൽ പങ്കെടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ തട്ടി പറയണം, എന്നിലെ കൃഷ്ണനെ ഉണർത്താൻ. ഒന്ന് നെഞ്ചു തട്ടി പറയൂ എല്ലാവരും, എന്നിലെ കൃഷ്ണനെ ഉണർത്താൻ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഉറക്കെ പറയൂ, ഒരു ഊർജത്തോടുകൂടി പറയുക, എന്നിലെ കൃഷ്ണനെ ഉണർത്താൻ. ഒന്നുകൂടി ഒരു ഊർജത്തിൽ പറയുക. ആ ഒരു ഊർജം ഉണ്ടാവട്ടെ. നാം അതിനാണ് വന്നിരിക്കുന്നത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? എന്നിലെ കൃഷ്ണൻ ഉണർത്താനാണ്.
എന്താണ് ആ കൃഷ്ണൻ നമുക്ക് തന്നിരിക്കുന്ന ശക്തി? തൻ്റെ തന്നെ ആത്മശക്തി ഉണർത്തണം. മനസ്സിലായില്ലേ? നേരത്തെ പറയില്ലേ, അനന്യ ചിന്തയന്തോ മാ യേജന പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമികം. സമയം കണ്ടെത്തണം, അത് പ്രയോറിറ്റിയാണ്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. അതാണ് ഏറ്റവും പ്രധാനം. കാലത്തിനേറ്റവും കുറച്ചു നേരം നാമജപത്തിൽ മുഴുകിക്കൊണ്ട്, അതൊരു പ്രേമലേഖനാണ്. അതൊരു പ്രേമലേഖനം എഴുതുന്ന പോലെയാണ്. ആരോടുള്ള പ്രേമം? മറ്റുള്ളവരോട് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം മാതിരി സമയമുണ്ടെങ്കിൽ തന്നെ ഉണർത്തുന്ന, തന്നെ നിലനിർത്തുന്ന, തൻ്റെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന, തന്നെ ഈ നിമിഷം വരെ നിലനിർത്തുന്ന ആ ഭഗവാനോടൊരു പ്രേമം വേണ്ടേ? വേണോ വേണ്ടയോ? അത് നമ്മുടെ കുട്ടികളോട് പറയണം. ആദ്യം പ്രേമിക്കേണ്ടത് അവനവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെയാണ്. ആ പ്രേമം കഴിഞ്ഞിട്ടേ ബാക്കി ഏത് പ്രേമവും സമയം കണ്ടെത്താവൂ. കാരണം ഉള്ളിലെ പ്രേമത്തിന് ശക്തി കുറഞ്ഞാൽ ബാക്കിയുള്ള പ്രേമങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ അടിമയാവാം, അവസാനം ജീവിതം അസ്വസ്ഥമാക്കാം, താളം തെറ്റിക്കാം, അവസാനം ആത്മഹത്യ വരെ എത്തിക്കാം. എന്നാൽ അവനവൻ്റെ ഹൃദയത്തിലുള്ള ഈശ്വരനെ പ്രേമിച്ചാൽ നാളെ കൂടെ ഉള്ളവരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പക്ഷെ തന്നെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. മനസ്സിലാവുണ്ടല്ലോ? അവസാനം ഉദ്ധവരിൽ നിന്നും അകന്നു പോകുന്ന കൃഷ്ണൻ, ഗോപികമാരിൽ നിന്നും അകന്നു പോകുന്ന കൃഷ്ണൻ, യാദവ വംശത്തിൽ നിന്നും അകന്നു പോകുന്ന കൃഷ്ണൻ അവസാനം പഠിപ്പിക്കുന്നു അതാണ്: തളരരുത് ഒരിക്കലും ജീവിതത്തിൽ. അവർക്ക് പറയൂ, തളരരുത്. അപ്പൊ തന്നെ തളർത്താതിരിക്കണമെങ്കിൽ അത്രയും തൻ്റെ ഉള്ളിലുള്ള ആത്മബലത്തെ ഉണർത്തണ്ടേ? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അത് നമ്മൾ ഉൾക്കൊള്ളണ്ടേ? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. അതിന് നമുക്ക് വേണം സത്സംഗം വേണം. എന്ത് വേണം? സത്സംഗം വേണം. അർജുനന് ഇത് കിട്ടിയത് കൃഷ്ണനോടുള്ള സത്സംഗമാണ്. ആണോ? ആണോ അല്ലയോ? അപ്പൊ നമ്മളൊക്കെ കൃഷ്ണനായി മാറുക, സത്സംഗികളായി മാറുക. ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ചുള്ള അറിവുണ്ടാവുക. ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ച് വീണ്ടും 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 തട്ടി ഉണർത്തണം. അതിനാണ് ഇവിടെ 5ാമത് സത്രം വെച്ചിരിക്കുന്നത്. ഓരോ സത്രത്തിലൂടെയും ഓരോ ഭാഗവത സപ്താഹത്തിലൂടെയും നമ്മുടെ ഉള്ളിലാണ്, എൻ്റെ ഉള്ളിലാണ് ഉണർത്തേണ്ടത്. നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ ആത്മീയമായി കൂടുതൽ ഉണരുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തി ഉണർത്താൻ സത്സംഗം. അവർക്ക് പറയൂ, എല്ലാവർക്കും അറിയാലോ ആചാര്യസ്വാമികളുടെ പ്രസിദ്ധമായ ശ്ലോകം: സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അസത്സംഗമാണ്. ഞാനിത് എന്തിനാ എടുത്തു പറയണത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ്. പക്ഷെ നമ്മുടെ വീടുകളിൽ ഇന്ന് അത്തരത്തിലുള്ള സത്സംഗം എന്ന് പറയുന്നത് കുറവാണ്. സത്സംഗം എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എവിടെയോ പോയി ഭജന പാട്, എവിടെ പോയി അല്ല. നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും, മക്കളോട് ഇടപഴകുമ്പോഴും അവരുടെ ഉള്ളിൽ തട്ടി ഉണർത്തി അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനോട് പ്രേമമുണ്ടാക്കാൻ നമ്മുടെ വാക്കുകളെ കൊണ്ട് സാധിച്ചാൽ അതൊരു, അവർക്ക് പറയൂ, സത്സംഗമാണ്. തട്ടി ഉണർത്തുക ഒന്ന് പറയൂ എല്ലാവരും. എന്താ തട്ടി ഉണർത്തേണ്ടത്? കിടന്നുറങ്ങുന്നവനെ പോയി തട്ടി ഉണർത്തലാണോ? നല്ല വാക്കുകളെ കൊണ്ട് തട്ടി ഉണർത്തലാണ് സത്സംഗം. വേണ്ടേ? ഇവിടെ ഓരോ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും ഓരോ പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോഴും ഇവിടുത്തെ ആചാര്യന്മാരെല്ലാം എന്താ ചെയ്യണത്? തട്ടി ഉണർത്തുക. ഈ ഭാഗവത സപ്താഹത്തിന് ഇടയ്ക്കിടയ്ക്ക് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം പറയില്ലേ? അത് ശരിക്കൊരു തട്ടി ഉണർത്തലാണ്. കാരണം ഈ സംസ്കൃത ശ്ലോകം കേട്ട് 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 ചിലർ സമാധിയിലേക്ക് പോകും. പെട്ടെന്ന് സർവത്ര ഗോവി, ആ തട്ടി ഉണർത്തലല്ല ഇത്. ഉറങ്ങിക്കിടക്കുന്നവരെ തട്ടി ഉണർത്തലല്ല ഇത്. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദൈവീക ശക്തിയെ തട്ടി ഉണർത്തലാണ് സത്സംഗം. അപ്പോഴാണ് നമ്മൾ കൃഷ്ണഭാവത്തിലേക്ക് വരിക. അല്ലേ? ആണോ അല്ലയോ? കൃഷ്ണന്റെ ചരിത്രം പഠിക്കുന്നത്, കൃഷ്ണനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണനിൽ നിന്നും പലതും എടുത്തുകൊണ്ട് നമ്മളിലും ആ കൃഷ്ണഭാവത്തെ ഉണർത്തണം. നമ്മൾ ഒരു കൃഷ്ണനായി മാറണം. കൃഷ്ണൻ തന്നിരിക്കുന്ന ചില വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളും ഈ ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം. വേണ്ടേ? സ്വാമി വിവേകാനന്ദജി പറയും, ഒരുപക്ഷെ സൂര്യനെ പോലെ കത്തിജ്വലിച്ച് മുഴുവൻ പ്രകാശം പരത്താൻ എനിക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഒരു മെഴുകുതിരിയായി, ഒരു കത്തുന്ന വിളക്കായി പ്രകാശം
അറ്റ്ലീസ്റ്റ് കുറച്ചു പേരിലേക്കെങ്കിലും പകരാൻ സാധിച്ചാൽ അത് തന്നെയല്ലേ ഒരു കൃതാർത്ഥത, ധന്യത ആണോ? എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉമിത്തി പോലെ കത്തിയെരിയില്ല. പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിൽ ഉമിത്തി കത്തിക്കുമായിരുന്നു. അതിനൊരിക്കലും പ്രകാശം ഉണ്ടാവില്ല. അത് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് കത്തും. ആണോ? ആണോ അല്ലയോ? ജീവിതം എരിഞ്ഞു കത്താനുള്ളതല്ല, അതൊരു വിളക്ക് പോലെ. ഭാരതം എന്നുള്ള വാക്കിനൊരർത്ഥം അതാണ്, പ്രകാശിക്കുക, പ്രകാശം പകരുക, പ്രകാശത്തിലേക്ക് എത്തുക. വേണ്ടതല്ലേ? വേണോ വേണ്ടയോ? ഈ സത്രം കഴിഞ്ഞ് നമ്മളിൽ ആ ഒരു മാറ്റം ഉണ്ടാവണം. ഒരു പ്രകാശം എൻ്റെ ഉള്ളിൽ ഉണർത്തി ആ പ്രകാശത്തെ ഞാൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രകാശമാവട്ടെ വാക്കുകൾ, പ്രകാശമാവട്ടെ ചിന്തകൾ, പ്രകാശമാവട്ടെ നമ്മുടെ ജീവിതം. ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടോ? താനെ മാറുമോ? ഇല്ല. അതിനെന്ത് വേണം? അവിടെയാണ് നമുക്ക് സത്സംഗം. ഇനി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? കർമ്മങ്ങൾ വേണം. കൃഷ്ണൻ പറയുന്നു, ഒരിക്കലും ജീവിതത്തിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കരുത്. അവതാര പുരുഷനായ കൃഷ്ണൻ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, മരിക്കുന്നത് വരെ കൃഷ്ണൻ ഒരിക്കലും വെറുതെ ഇരുന്നില്ല. നമ്മൾ ഹിന്ദുക്കൾ ഇത് പഠിക്കണം. വെറും അമ്പലത്തിൽ പോയി തൊഴുത് അത് ഭക്തി എന്ന് തെറ്റിദ്ധരിക്കുന്നു പലരും. അവനവൻ്റെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും നമ്മൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കണം. ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കണമെങ്കിൽ ഇറങ്ങി പുറപ്പെടണം. വേണ്ടേ? നഹി കശ്യക്ഷണമപി അകർമ്മകൃത തിഷ്ഠതി കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയർഗുണൈ. ഇന്ന് നോക്കൂ, മലയാളികളായ നമ്മൾ രോഗത്തിൻ്റെ പിടിയിലാണ്. BP-യും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവരാണ്. കാലത്തിനീറ്റ് അമ്പലത്തിൽ വന്നൊന്ന് ഒരു 10 പ്രദക്ഷിണം വെച്ചാൽ, അതുപോലെ തന്നെ എല്ലാവരുടെയും കൂടെ കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ സാധിച്ചാൽ, ഇത്തരം നല്ല കാര്യങ്ങൾ ഇനിയിപ്പോൾ 5 വർഷം വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? എല്ലാ വർഷവും നടത്തണം, അതിലെല്ലാവരും പുറപ്പെടണം. എന്താ പുറപ്പെടാനൊരു ബുദ്ധിമുട്ട്? സാമ്പത്തികം ഉണ്ടാവില്ല. കാരണം എന്താ സാമ്പത്തികം ഇല്ലാത്തത്? കുറച്ചു പേരെ പ്രവർത്തിക്കാണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും കൂടി ചേർന്നാൽ പലതുള്ളി, ഉറക്കെ പറയൂ, ഒന്നിച്ചൊന്ന് കൈകോർക്കണ്ടേ നമുക്ക്? വേണോ? ഒന്നിച്ച് കൈകോർത്താൽ ഈ ഭാരതം തന്നെ മാറ്റിമറിക്കാം, കേരളം മാറ്റിമറിക്കാം. പക്ഷേ ഹിന്ദുവിനെ കൈകോർക്കാൻ രാഷ്ട്രീയക്കാരെ സമ്മതിക്കില്ല. അപ്പോഴേക്കും ജാതീയത പറഞ്ഞ്, അത് പറഞ്ഞ്, ഇത് പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് എങ്ങനെങ്കിലും നമ്മളെ അകറ്റി നിർത്താൻ പറ്റുമോ നോക്കൂ. എന്നാൽ മുസ്ലിം സമുദായം അവരുടെ മതത്തിലൂടെ നേടിയെടുത്തത് കൈകോർത്ത് നിൽക്കാനുള്ളൊരു ശക്തിയാണ്. ആണോ? ആണോ അല്ലയോ? ഹിന്ദുക്കളിൽ അങ്ങനെ ഒരു കൈകോർക്കൽ ആവശ്യമുണ്ടോ? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഒരു കൈകോർക്കൽ നമുക്കും ആവശ്യമാണ്. അങ്ങനെ അതിനുവേണ്ടി അഹോരാത്രം കർമ്മം ചെയ്യണം, അഹോരാത്രം നമ്മൾ മെനക്കെടണം. കൃഷ്ണൻ ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു വെച്ച് നോക്കൂ നിങ്ങൾ. മഹാഭാരതത്തിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നിട്ടില്ല. മഹാഭാരത യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ കാണാം, ഉറക്കമില്ലേ തോന്നിപ്പോൾ കൃഷ്ണന്. ആ കുതിരകളെയൊക്കെ അദ്ദേഹം പോയി പരിപാലിക്കുന്നു. അത് കഴിഞ്ഞ് യുദ്ധക്കളത്തിൽ സമയത്തിനെത്തുന്നു. ഒരു ദിവസം പോലും കൃഷ്ണൻ യുദ്ധക്കളത്തിൽ സമയത്തിനല്ലാതെ എത്തിയിട്ടില്ല. എല്ലാം അതിൻ്റേതായ രീതിയിൽ. അതിൻ്റെ ഇടയ്ക്ക് അർജുനൻ തളരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ജയദ്രഥനെ ശരിയാക്കണം, അതിൻ്റെ ഇടയ്ക്ക് പല പ്രതിജ്ഞകൾ നിറവേറ്റണം, അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി കള്ളത്തരം കാണിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നത് ഉണ്ടോ? അവസാനം ഇതൊക്കെ കഴിഞ്ഞ്, മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ്, അപ്പോഴും പ്രതിസന്ധികളാണ്. പാണ്ഡവരോട് പറയുന്നു, ഇതേ നിങ്ങളിനി കൗരവന്മാരുടെ ശിബിരത്തിൽ പോയി താമസിക്കണം. എന്തിനാ അവിടെ പോയി താമസിക്കുന്നത്? ഇപ്പുറത്ത് എന്താണ് അശ്വത്ഥാമാവ് വന്നിട്ട് അപകടം ഉണ്ടാക്കിയിരിക്കുകയാണ്, ദ്രൗപദിയുടെ കുട്ടികളെ കൊന്നിരിക്കുകയാണ്. അതും ആ പ്രതിസന്ധിയും തരണം ചെയ്യണം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൃഷ്ണന്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കൃഷ്ണൻ ഒരു നിമിഷം പോലും ജീവിതത്തിൽ വെറുതെ ഇരുന്നിട്ടില്ല. അലസത എന്ന് പറയുന്നത് ആരിലില്ല? അലസത എന്ന് പറയുന്നത് ആരിലില്ല? ഉറക്കെ പറയൂ, കൃഷ്ണനില്ല. അലസതയില്ലാത്തവർക്ക് അവശ്യതയുമില്ല. ആർക്കാണ് അവശ്യത? ആരാണ് അവശ്യരാവുന്നത്?
ആരാണ് അവശരാകുന്നത്? ക്ഷമിക്കണേ, നല്ല തൊണ്ട പ്രശ്നമുണ്ട് എനിക്ക്. എന്താ പറഞ്ഞത്? ആരാണ് അവശരാകുന്നത്? അലസതയുള്ളവർക്ക്. അപ്പം മാറ്റിമറയ്ക്കണ്ടേ. നമ്മൾ ഓരോ ഹിന്ദുക്കളും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാറ്റമുണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഈ ഒരു ലിങ്ക്, ഒരു ആത്മീയമായൊരു ബോധം അവരിൽ ഉണ്ടാവണമെങ്കിൽ അവർക്ക് മനസ്സിലാവണം, ഈ ലോകത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ലോകത്തിൽ നിന്നും പലതും നമുക്ക് അനുകൂലവും കിട്ടും, പ്രതികൂലവുമായതും കിട്ടും. അങ്ങനെ അനുകൂലമായ അനുഭവങ്ങൾ വരുമ്പോൾ മതിമറന്ന് ജീവിച്ചാൽ, ആ സുഖങ്ങളിൽ നാം മുഴുകി ജീവിച്ചാൽ, ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ലോകമാണ്, കുറേ കഴിഞ്ഞ് പ്രതികൂലമായ ജീവിതാനുഭവങ്ങളെ നേരിടാനുള്ള മനോബലം നമുക്ക് പറയൂ ഉണ്ടാവില്ല. പണ്ട് നമ്മൾ ചൂട് സഹിക്കാൻ കഴിവുള്ളവരായിരുന്നു. ഇപ്പം നമ്മൾ AC സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ചൂടിനെ സഹിക്കാനുള്ളൊരു കഴിവില്ല. ഇതുപോലെ എത്ര അനുകൂലമായ ജീവിത സുഖങ്ങളിൽ നമ്മുടെ തലമുറകൾ മുഴുകുന്നുണ്ടോ? കാരണം അവർക്കുള്ള സുഖ സൗകര്യങ്ങൾ പണ്ടത്തേതിനേക്കാളും കൂടി വരികയാണ്. പ്രതികൂലമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവർക്ക് സാധ്യമല്ലാതെ വരും. അപ്പം അനുകൂലമായതും പ്രതികൂലമായതും വരുമ്പോഴും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കർമ്മത്തിന് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് ഒരു തടസ്സവും ഉണ്ടാവരുത്. നല്ലത് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് പോലെ ഏതദ് വിഭൂതിമസത്വം ശ്രീമദൂർജിതമേവച തത്തദേവാവഗച്ഛത്തം മമ തേജോംശ സംഭവാന്നാണ്. ആ ഊർജത്തിൽ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലത് തന്നെ സംഭവിക്കും. നല്ലത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഇത്തിരി അധികം പറയാനോ അറിയില്ല. എന്തായാലും അങ്ങനൊരു ഭാരതത്തിന് കിട്ടിയ ഒരു വലിയ മഹാത്മാവാണ് ഇന്നത്തെ ഭാരതത്തിലെ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ നോക്കിക്കൊണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അങ്ങയുടെ കണ്ണിൽ നോക്കിയാൽ ഉറക്കത്തിൻ്റെ ക്ഷീണം കാണുന്നില്ല, അങ്ങൊരു കോട്ടുവായി ഇടുന്നത് കാണാറില്ല, അങ്ങ് രാത്രി 12 മണിക്കൂർ വരെ ഇരുന്ന് പണിയെടുക്കുന്നു. പല സമയങ്ങളിൽ ഇപ്പം നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെ രാത്രി 11:30 വരെ 12:30 വരെ 1 മണി വരെയൊക്കെയാണ് മീറ്റിംഗ് നടക്കുന്നത്. പാർലമെൻറ്റൊക്കെ കണ്ടില്ലേ, ചില ബില്ല് പാസ്സാക്കാൻ വേണ്ടി 4 മണി വരെയൊക്കെ ഇരിക്കുന്ന പാർലമെൻറ്റ്. ഇതൊന്നും ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കരുത്. അതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് കൃഷ്ണ സന്ദേശം, അത് തന്നെയാണ് കൃഷ്ണനായി ജീവിക്കുന്നത്. അത് കാണിച്ചു തരുന്ന ഒരു പ്രധാനമന്ത്രി സത്യത്തിൽ ഇപ്പം നമുക്കുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? തൻ്റെ ജീവിതത്തിൽ അത്ര കർമ്മനിരതനായി കർമ്മത്തിൽ അങ്ങോട്ട് മുഴുകിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം മാറ്റിമറയ്ക്കാമെന്ന് എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ നോക്കൂ. നാം 14ാമത് ലോകരാഷ്ട്രങ്ങളിൽ സാമ്പത്തികമായി നിന്ന സമയത്താണ് പ്രധാനമന്ത്രി അധികാരമേറ്റെടുത്ത് ഇപ്പോഴിതാ 5-ൽ നിന്ന് 4-ലേക്കും ഒരുപക്ഷെ അധികം വൈകാതെ 3-ലേക്കും നമ്മുടെ രാജ്യത്തെ എത്തിക്കുന്നത് അഹോരാത്രം കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ്. കർമ്മണ്യേ വാദികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേ തുർഭോ മാതേ സംഘോസ്തു കർമ്മണി എന്ന് പഠിപ്പിക്കുന്ന ഗീതയിലെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. നമ്മളങ്ങനെ ശീലിച്ചെടുക്കണം. സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ, സമൂഹത്തിൽ എവിടെയൊക്കെ നമുക്ക് ഇഷ്ടംമാതിരി ക്ഷേത്രങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇറങ്ങി പുറപ്പെട്ട് അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാറ്റമുണ്ടാവും. മാറ്റമുണ്ടാവുന്നത് എപ്പോഴാണ്? പ്രസംഗിച്ചത് കൊണ്ടല്ല, പ്രവർത്തിച്ചത് കൊണ്ടാണ്. കർമ്മത്തിലൂടെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ഇത് തെളിയിച്ച ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളണം. അതാണ് ഞാൻ പറഞ്ഞത്, കൃഷ്ണനെ കുറിച്ച് വെറുതെ കേട്ടത് കൊണ്ട് കാര്യമില്ല. കൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ, അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു മാറ്റമുണ്ടാക്കും. നമ്മുടെ കുട്ടികൾക്ക് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആരാണ് കൃഷ്ണൻ എന്നൊരു വാക്കിന് ഉത്തരം അവർക്ക് പറഞ്ഞു കൊടുക്കണം. കൃഷ്ണൻ എന്നാൽ കർശനമാണ്, ഉള്ളിലുള്ള ആത്മശക്തിയിലേക്ക് ആകർഷിക്കാൻ പഠിപ്പിക്കുന്നവനാണ് കൃഷ്ണൻ. അതാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്നാൽ തന്നിൽ തന്നെയുള്ള ആത്മശക്തിയെ ഉണർത്താൻ, അതിനുവേണ്ടി തന്നിലേക്ക് ആകർഷണം ഉണ്ടാക്കാൻ, അതിനുവേണ്ടി നിരന്തരമായ ഒരു ആത്മീയമായ സാധന ചെയ്യണം, പ്രേമമുണ്ടാക്കണം. അതാണ് കൃഷ്ണൻ. കൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം, മറ്റുള്ളവരെ തട്ടി ഉണർത്തുന്ന പ്രചോദനമാണ് കൃഷ്ണൻ. കൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, അഹോരാത്രം കർമ്മം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം മാറ്റിമറച്ച
ആളാണ് കൃഷ്ണൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കൃഷ്ണനിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അല്പം ഒരു സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയ. ചെറിയൊരു കാര്യം നമ്മൾ ജീവിതത്തിൽ എടുത്താൽ പോലും അതൊരു പ്രകാശമായി മാറും. ചെറിയൊരു കാര്യം. നമ്മൾ ഇത്രയും ആളുകളുണ്ടല്ലോ, നിങ്ങൾ ഇത്രയും ആളുകൾ ഇത് കേട്ട് പോകുമ്പോൾ നിങ്ങൾ ഇത്രയും ആളുകൾ ഒരു കാര്യം ചെയ്യുമെന്നങ്ങോട്ട് തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചങ്ങനാശ്ശേരി മാറും. അത് കഴിഞ്ഞാൽ ക്രമേണ കോട്ടയം മാറും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അലയടികൾ അങ്ങനെ മറ്റ് ജില്ലകളിലേക്ക് വരും. കുറേ കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ മാറും. ഇവിടെ നിന്നല്ലേ ആരംഭം വേണ്ടത്? മഹാഭാരത സത്രം ഇവിടെയല്ലേ നടക്കുന്നത്? ഇവിടെ നിന്നല്ലേ മാറ്റം വരേണ്ടത്? നിങ്ങളെന്താ കേട്ട പാട് നോക്കാത്തത്? ഇവിടെയല്ലേ ഒരു സത്രം നടന്നിട്ടുള്ളത്? ഇവിടെ നിന്നല്ലേ ഒരു മാറ്റം വരേണ്ടത്? ഞാനിത് സത്രം കേട്ടു പോകുന്ന ഒരാളാവില്ല. ഞാൻ ചില മാറ്റങ്ങൾ എന്നിലും വരുത്തും, എൻ്റെ സമൂഹത്തിൽ വരുത്തും എന്ന് തീരുമാനിക്കാൻ കഴിയുന്നവരെത്ര പേരുണ്ട്? ചിലർക്ക് കാതേ കേട്ടില്ല തോന്നണോ? ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ഈ സത്രം കേട്ട് ഞാൻ എന്നിലും മാറ്റം വരുത്തും, എൻ്റെ സമൂഹത്തിലും ഒരു മാറ്റം വരുത്തും. അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടും. അത് തന്നെയാണ് കൃഷ്ണ പൂജ. അത് തന്നെയാണ് നിങ്ങൾ കൃഷ്ണനെ കൊണ്ട് നടക്കൽ. അത് തന്നെയാണ് കൃഷ്ണൻ സത്യമായി തീരൽ. കൃഷ്ണൻ നിങ്ങളിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ എത്ര പേര് അതിന് തയ്യാറാവും? എത്ര പേര് തയ്യാറാവും? ആ ഒരു ഉറപ്പുള്ളവര്, ഞാൻ എന്നിലും മാറ്റം വരുത്തും, എൻ്റെ സമൂഹത്തിൽ മാറ്റം വരുത്താൻ അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും, പ്രവർത്തിക്കും. തയ്യാറാണോ? പുറകിലുള്ളവർ കേട്ട പാവില്ല. പുറകിലുള്ളവർക്ക് ആ കേട്ട പാവം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തിനാ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കണം? ധാരാളം പ്രഭാഷണം. ഇവിടെ തന്നെ ഇപ്പം എത്ര ആചാര്യന്മാർ വന്ന് പ്രഭാഷണം ചെയ്തു ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? പ്രഭാഷണങ്ങളുടെ കുറവാണോ അതോ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാലും നമ്മളിലൊരു മാറ്റം വരാത്തതാണോ പ്രശ്നം? എന്താ വേണ്ടാത്തത്? കേരളത്തിൽ അങ്ങനെ ചില പഴഞ്ചൊല്ലുകളില്ലേ? ശങ്കരൻ എവിടെ തന്നെയാ? തെങ്ങ് തന്നെയാണ്. ഒരു വലിയ ഒരു ബിസിനസ്സുകാരന്, ഇത് കോണ്ടാക്ട്സ് വിട്ടിട്ട് പറയാണ്, 3 മക്കളുണ്ട്. 3 കുരുത്തക്കേടിൻ്റെ അങ്ങേറ്റ ഉസ്താദ് എന്നൊക്കെ പറയില്ലേ, അത്ര കുരുത്തക്കേട്. ഒരുവിധം ഇവരെ വെച്ച് ഓർപ്പിക്കാൻ ഒരു സ്കൂളുകാർക്കും പറ്റിയില്ല. കാരണം തല്ലി അടി ഇടി കയ്യും കാലും ഒടിച്ചിട്ടേ വരുള്ളൂ. അച്ഛനാണെങ്കിൽ ഒരുപാട് സമ്പത്തുമുണ്ട്. എല്ലാ സ്കൂളിൽ നിന്നും പറഞ്ഞേക്കും മക്കളെ. അവസാനം അച്ഛനൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, എൻ്റെ മക്കളെ എൻ്റെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് ഞാൻ ഒരു മാസം 50,000 ശമ്പളം കൊടുക്കാമെന്ന്. പലരും പോയി ഒരാഴ്ച കഴിഞ്ഞില്ല, കൈയൊടിഞ്ഞു കാലൊടിഞ്ഞിട്ടാണ് പോയത്. അമ്മാതിരി കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേടിൻ്റെ അത്രയും വലിയ കുരുത്തക്കേട്. അവസാനം അച്ഛന് മനസ്സിലായി ഈ മക്കളെ നേരെയാക്കൽ എളുപ്പമല്ലാന്ന്. കാരണം 6 അധ്യാപകരുടെ കാലം ഒടിച്ചത്, 3 എണ്ണത്തിൻ്റെ കയ്യാണ് ഒടിച്ചത്. അപ്പം ഇതേ ശമ്പളം കൂട്ടി 1 ലക്ഷം ആക്കി. ഒരു മാസം 1 ലക്ഷം. പഠിപ്പിക്കാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 ലക്ഷം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരാൾ അപ്ലൈ ചെയ്തു. വേണമെങ്കിൽ തൃക്കൊടുത്താനെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. പോയി അവിടെ ചെന്ന് മക്കളിങ്ങനെ നോക്കുന്നുണ്ട്, ശരിയാക്കി തരാമെന്ന്, നീ എത്ര ദിവസം ഞങ്ങളെ പഠിപ്പിക്കാൻ വരും എന്നുള്ളത്. അപ്പം ഇദ്ദേഹം അവരോട് പറഞ്ഞു, കുട്ടികളെ, സത്യത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനല്ല വന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാനാണ് വന്നത്. അവർ പറഞ്ഞു, പ്രോമിസ്. 1 മാസം ഈ കുട്ടികളുടെ കൂടെ കളി, അതുപോലെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഒരു ദിവസം കോടീശ്വരനാണ് അച്ഛൻ, പറഞ്ഞു, ഇതിനിപ്പോൾ 1 ലക്ഷം ഒന്നും വേണ്ടല്ലോ, ഞാൻ അങ്ങേ 1 ലക്ഷമൊക്കെ വെച്ച് ഇവിടെ വെച്ചിരിക്കുന്ന എന്തിനാണ്? വല്ലതും എൻ്റെ കുട്ടികൾക്ക് 4 അക്ഷരം സാർ ആയിട്ടില്ല, അവരൊന്ന് പാകപ്പെടണ്ടേ. അപ്പോഴാണ് ഏപ്രിൽ മാസമൊക്കെ ആണല്ലോ, മെയ് മാസമാണല്ലോ, മാവൊക്കെ നിറയെ കായ്ച്ചിരിക്കുന്ന സമയം. അദ്ദേഹത്തിന് തോന്നി മാത്സ് പഠിപ്പിക്കാൻ പറ്റിയ സമയമാണെന്ന്. മൂത്തവനെ പിടിച്ച് മാവിൻ്റെ മുകളിൽ കയറ്റി. അതിനൊക്കെ വലിയ കേമന്മാരവർ. കയറി അവനോട് മാങ്ങ പറിക്കാൻ പറഞ്ഞു. മാങ്ങ പറിച്ച് താഴെയുള്ളവനോട് ക്യാച്ച് പിടിക്കടാ, പിടിച്ചു. 1 എണ്ണം പറിച്ചിട്ടു, ക്യാച്ച്, 2 ക്യാച്ചായി, 3 ആയി. അപ്പം മൂത്തവനോട് ചോദിച്ചു, ആ കൊലയിൽ ഇനി എത്ര എണ്ണം ഉണ്ട്? അവൻ എണ്ണി നോക്കി, 5 എണ്ണം ഉണ്ട് ബാക്കി. എത്ര എണ്ണം താഴേക്കിട്ടു? 3 എണ്ണം. ചെറുതിനോട് പറഞ്ഞു, 5 അവിടെയുണ്ട്, 3, ഇത് 2 കൂടി ഇപ്പം ചേർത്താൽ എത്രയാവുമെന്ന്. ഇവരെങ്ങനെങ്കിലും ഒന്ന് കണക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ചെറുത് പറയാണ്, ചേട്ടാ ചാടിക്കോ, ഇയാൾ കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കണമെന്ന്.
ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. എന്താ പറയുക, ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. അത് ഭാഗവത സത്രങ്ങളൊക്കെ കേട്ടിട്ടും നമ്മളിലൊരു മാറ്റമില്ലെങ്കിൽ ആ കുട്ടികളും നമ്മളും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഒരു മാറ്റം വേണ്ടേ? മാറ്റം വേണ്ടേ? മാറ്റുവിൻ. വീട്ടിൻ്റെ ചട്ടം മാറ്റിക്കോളൂ. പക്ഷെ ജീവിതത്തിൻ്റെ ശീലങ്ങൾ മാറ്റിയെടുത്ത് സമൂഹത്തോടൊരു ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറാനാവട്ടെ ഈ സത്രം. തീരുമാനിച്ചോ നമ്മൾ ഒരു മാറ്റമുണ്ടാക്കണം. കാരണം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് മഹാഭാരതത്തിലെ കൃഷ്ണനാര് അതൊരു മിത്തായി തോന്നരുത്. അവർക്ക് മനസ്സിലാവണം, കൃഷ്ണൻ ഹൃദയത്തിലുണ്ട്, ആത്മാവിൻ്റെ രൂപത്തിലുണ്ട്, പ്രേമരൂപത്തിലുണ്ട്, കർമ്മരൂപത്തിലുണ്ട്, ശക്തിയുടെ രൂപത്തിലുണ്ട്, പ്രചോദന രൂപത്തിലുണ്ട്, സത്സംഗ രൂപത്തിലുണ്ട്, ദൂതന്റെ രൂപത്തിലുണ്ട്. എല്ലാ രൂപത്തിലും ആരുണ്ട്? കൃഷ്ണനുണ്ട്. കൃഷ്ണൻ